ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് നേര. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നേര. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സൂപ്പറായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. സമയം ഇവിടെ ഇപ്പോൾ 6:45 ആയിട്ടുണ്ട്. ഞാൻ 5:30 അലാം വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങിയിരിക്കുവാണ്. സോ ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ന് August 24 ആണ്. എൻ്റെ കോളേജിൽ എനിക്കിന്ന് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. സോ ആദ്യമായിട്ടാണ് ഞാൻ ബ്രാൻഡ്ഫോർഡിലോട്ട് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പം 7:50 എനിക്ക് റൈഡ് വരും. അപ്പോൾ അതിന് മുന്നേ എനിക്കൊന്ന് കുളിക്കണം, നമസ്കരിക്കണം, പിന്നെ എന്താണ് ഫുഡ് കഴിക്കണം, പിന്നെ റെഡി ആവണം. ഇത്രയും പരിപാടിയുണ്ട്. ആകെപ്പാടെ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, ചടപടയിൽ ഓടിപ്പോയി ഫ്രഷായി കുളിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ റെഡിയായി, എല്ലാം ഷടപടയെന്നായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ടൈം ഇവിടെ 8:15 ആയി. 7:50 റൈഡ് വരുമെന്ന് പറഞ്ഞത്. ആക്ച്വലി റോഷൻ ചേട്ടൻ തന്നെയാണ് വരുന്നത്. റോഷൻ ചേട്ടൻ ഞാൻ കാണിച്ചു തന്നല്ലോ, ഫസ്റ്റ് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത് റോഷൻ ചേട്ടനാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി കൺഫ്യൂഷനായിരുന്നു, ഏത് ഡ്രസ്സൊന്നും തേച്ചിട്ടില്ല, ഫുൾ ചുളുങ്ങി മടങ്ങി. ഫസ്റ്റ് ഞാനിതാ എന്ത് ചെയ്ത് സെലക്ട് ചെയ്തത്, പക്ഷെ പിന്നെയും എനിക്ക് കൺഫ്യൂഷൻ, അങ്ങനെ ഫുൾ ഇതായി. എനിവേ ഞാൻ ഈ ജാക്കറ്റ് ഞാൻ എവിടെ നിന്ന് എടുത്തത്? H&M or Urbanic, I guess Urbanic, I don't know. അപ്പോൾ അവിടെ നിന്ന് എടുത്ത്, പിന്നെ എൻ്റെ ഒരു ബ്ലാക്ക് ഹിജാബ് ആൻഡ് ബ്ലാക്ക് ഒരു ഇന്നർ ഉണ്ട്, പിന്നെ ഒരു ജീൻസ്, ബ്ലാക്ക് ജീൻസ് ആൻഡ് ഷൂസ്. അപ്പോൾ ഞാൻ നമസ്കരിച്ചു, പെട്ടെന്ന് വന്നു, ഫ്രഷ് ആയിട്ട് വന്നു, പെട്ടെന്നൊന്ന് നമസ്കരിച്ചു. പിന്നെ ഫുഡ് എനിക്ക് ഇറങ്ങുന്നില്ല. ഞാൻ എഗ്ഗ് ഉണ്ടാക്കി, മാങ്ങ കട്ട് ചെയ്തു, ഒന്നും എനിക്ക് ഇറങ്ങുന്നില്ല. എന്നാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഞാൻ ചെയ്തു. പിന്നെ ഇന്നലെ നൈറ്റ് പിസ്സ കിരൺ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞാനൊരു പീസും കൂടെ കഴിച്ചു, മെഡിസിൻ കഴിച്ചു. ഇനിയിപ്പോൾ അവിടെ നിന്ന് റോഷൻ ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ട്, എപ്പോൾ വേണോ എത്താം. അതിനിടയിൽ കൂടെ വന്ന് ഞാൻ ക്യുക്കായിട്ട് വീഡിയോ എടുക്കുവാണ്. പിന്നെ ഞാൻ എൻ്റെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. വേറെന്താ, വേറൊന്നുമില്ല. അപ്പോൾ നമുക്കിനി കാറ് വന്നിട്ട് കാണാം. ഓക്കെ. സോ ഗായ്സ്, റോഷൻ ചേട്ടൻ എന്തേ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തും. എന്നിട്ട് നമുക്ക് നന്ദനെ പിക്ക് ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല. നന്ദനെ പിക്ക് ചെയ്തിട്ടാണോ വരുന്നതെന്നും അറിയത്തില്ല. ലെറ്റ്സ് സീ. ഐ എം എക്സൈറ്റഡ് ടു സീ മൈ കോളേജ് ആക്ച്വലി. ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, എൻ്റെ IELTS-ൻ്റെ ഒരു സംഭവം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് ആ കോസ്മോൻ്റെ ഒരു പഠിപ്പിക്കുന്ന രീതിയെ പറ്റിയിട്ട്. ഐ ഗെസ് ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്താണ് എൻ്റെ ഒരു റൈറ്റിങ്ങിൽ പറ്റിയൊരു സംഭവം എന്നുള്ളത്. ഭയങ്കര ഒരു ബ്ലണ്ടർ രീതിയാണ് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നത്. അതൊരിക്കലും പഠിക്കാൻ പാടില്ല, അങ്ങനെ പോയി എഴുതാനും പാടില്ല. അപ്പോൾ ചേട്ടൻ വരുന്നത് നമുക്ക് നോക്കട്ടെ. തീയതാ റോഷൻ ചേട്ടൻ വന്നിരിക്കുവാണ്. അപ്പോൾ അതാ റോഷൻ ചേട്ടൻ വന്നിട്ടുണ്ട്. റോഷൻ ചേട്ടാ സേ ഹായ്. നന്ദന സേ ഹായ്. അപ്പോൾ നമ്മൾ അതെ, ഇനി 1 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന് കോളേജിലെത്തേക്ക്. നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങളതാ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി ഈ കാറിൽ പോകുമ്പോൾ നല്ല നല്ല സോങ്സ് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് വരും എന്നുള്ളൊരു സംഭവം കൊണ്ടിട്ട് ഞാനത് കേൾപ്പിക്കാത്തതാണ്. എനിക്ക് ശരിക്കും കേൾപ്പിക്കണമെന്നുണ്ട്. ഇത് നോക്കി, ബ്രാൻഡ്ഫോർഡ് പോകുന്ന വഴിയാണ്, ഫുള്ള് ഇങ്ങനെ ഫോഗായിട്ട് കിടക്കുമായിരുന്നു. അതിന് മുന്നേ ഇങ്ങനത്തെ അല്ലായിരുന്നു. പെട്ടെന്നൊരു കൊടൈക്കനാൽ എത്തി പോലെ ഒരു ഫീലായിരുന്നു. നല്ല സോങ് കേട്ടിരുന്ന് ഇത്രയും ലോങ് ഡ്രൈവ് പോകാൻ നല്ല രസമായിരുന്നു. ആക്ച്വലി നയാഗ്രയിൽ നിന്ന് ബ്രാൻഡ്ഫോർഡ് വരെ ഒരു ഹാർഡ്ലി 1.5 അവർ, ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും 1.5 അവർ എടുക്കും. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ബ്രാൻഡ്ഫോർഡിൻ്റെ ഒരു സൈൻ, ആ ഒരു എന്താണ് പോസ്റ്റ് ഉണ്ടല്ലോ, ഈ പോസ്റ്റിലൊക്കെ ഇങ്ങനെ കൊണസ്റ്റോഗ ബ്രാൻഡ്ഫോർഡ് എന്നൊക്കെ എഴുതിയിരിക്കുമ്പം വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് ഈ പോകുന്ന വഴിയാണ് ഇത് കോളേജിൻ്റെ സൈൻ ബോർഡ് കണ്ടു. ആക്ച്വലി ഇവിടെ 2 ക്യാമ്പസ് ഉണ്ട് കൊണസ്റ്റോഗയ്ക്ക്. ഒന്ന് വെല്ലിംഗ്ടണും ഒന്ന് കോൾബോണും. ഇത് കോൾബോണിലെ ക്യാമ്പസാണ്. വെല്ലിംഗ്ടൺ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ. മേ ബി ഞാൻ ഇന്ന് തന്നെ പോകുന്നുണ്ടായിരിക്കും അങ്ങോട്ട്, നോക്കാം. സോ ഗൈസ്, അങ്ങനെ ഇതാണോ കോളേജെന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും സ്ഥലം എത്തിയിട്ടുണ്ട്. ഇനി അകത്തോട്ട് കയറാം. ബാക്കിയൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കോൾബോൺ ക്യാമ്പസിൻ്റെ എൻട്രൻസ്. ആക്ച്വലി ഇതൊരു ചെറിയ ക്യാമ്പസാണ്. ഇവിടെ എനിക്ക് ഫ്രൈഡേസിൽ മാത്രമേ ക്ലാസ് ഉള്ളൂ. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്താണ് ഈ ക്യാമ്പസ് ഉള്ളത്. ഭയങ്കര അതായത് പുതിയൊരു ക്യാമ്പസാണ്. സോ അത്രയും നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ ക്യാമ്പസിൽ ഞാൻ കണ്ടത്.
ഓക്കെ, അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇത് ആക്ച്വലി ഒരു വെൽക്കം ഡ്രോപ്പ് ഇൻ സെഷനാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നമ്മുടെ സ്റ്റുഡൻറ്റ് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 1 കാർഡ് എടുക്കാനാണ്. അതിന് മുന്നേ ഒരുപാട് ഫ്രീ സ്റ്റഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ എന്താണ് പുട്ടീൻ ആണ്. സോ ഇതിൽ ഫ്രൈസും എന്തൊക്കെയോ ഒരു സോസും ചീസൊക്കെയാണ് ഇട്ട് തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു. ഞാൻ 2 തവണ പോയി മേടിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് 1 കാർഡ് കിട്ടുന്നത്. നമ്മുടെ ലാസ്റ്റ് നെയിം വെച്ചിട്ട് നമ്മളിങ്ങനെ അവർ പേര് വിളിക്കും. പിന്നെ ഇതേ കണ്ടോ, ഒരു ലിപ് ബാമൊക്കെ കിട്ടി കൊണസ്റ്റോക്കിൻ്റെ പേരിൽ. പിന്നെ കുറേ സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. How are you feeling today? I'm really excited. You really excited? Yeah. And we get so many free stuff. And also a lot of Indian friends. Yeah. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ കുറച്ച് ഫ്രീ സ്റ്റഫ്സ് ഒക്കെ കിട്ടും. അതൊക്കെ എടുത്തിട്ട് ഇരിക്കുക. 1 കാർഡ് എടുത്തു. ഇനി എന്താ ഉള്ളത്? ഫ്രോഷ് കിറ്റ് കിട്ടാനുണ്ട്. We'll see. അപ്പോൾ ഒത്തിരി ഫ്രീ സ്റ്റഫിൻ്റെ കൂടെ നമുക്കിങ്ങനെ ടീഷർട്ട്, ടോട്ട് ബാഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാനൊരു യെല്ലോ കളർ ടീഷർട്ടാണ് സെലക്ട് ചെയ്തത്. ഇതാണ്, ഒരുപാട് കളർ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഗായ്സ്, അപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് കുറേ ഫ്രീ സ്റ്റഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചു. ദെൻ പിന്നെയും ജസ്റ്റ് ഇവിടെ ഫ്രൈസ് ഉണ്ടായിരുന്നു. എനിവേ, ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ലൊക്കേഷൻ ഇട്ടിട്ട് അങ്ങോട്ട് ജസ്റ്റ് ചുമ്മാ നടന്നു പോയി കാണാമെന്ന് കരുതുവാണ്. കാരണം ഞങ്ങൾ ഇനി പിക്ക് ചെയ്യാൻ ഈവനിങ്ങേ വരത്തുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നടക്കണം. ആക്ച്വലി ഞാൻ ഇന്നലെ റെസ്യൂമേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ കയറി എല്ലായിടത്തും കൊടുക്കാമായിരുന്നു. താങ്ക് യു. നോ വി ജസ്റ്റ് എൻറ്റേർഡ്. ഓക്കെ സോ യാ, അപ്പോൾ എന്താണ്, ഈ ഒരു ഏരിയ ഒരു നൈസ് ഏരിയ, ലൈക്ക് ഒരു എന്താ പറയാൻ, ഒരു ഹിൽ സ്റ്റേഷൻ അങ്ങനത്തെ ഒരു സംഭവം പോലെയാണ് ബ്രാൻഫോർഡ് ഉള്ളത്. അപ്പോൾ ഐ ഗെസ് അതാണ് അപ്പാർട്ട്മെൻ്റ് എന്ന് തോന്നുന്നു. എനിവേ, ഒന്ന് പോയി നോക്കട്ടെ. നിങ്ങളെയും കാണിക്കാം. സോ ഗായ്സ്, ഇതാണ് ഞാൻ താമസിക്കാൻ പോകുന്ന അപ്പാർട്ട്മെൻറ്റ്. ഐ മീൻ, ഇതിനകത്ത് ഏതോ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ ക്യാമ്പസ്, വെല്ലിംഗ്ടൺ ക്യാമ്പസ്. സോ ഇവിടെയാണ് എനിക്ക് ആഴ്ചയിൽ 3 ഡേയ്സും ക്ലാസ് ഉള്ളത്. പിന്നെ ഫ്രൈഡേ ഞാൻ ഫസ്റ്റ് കാണിച്ച ക്യാമ്പസിലാണ്. പിന്നെ മൺഡേ എനിക്ക് ലോറിയർ യൂണിവേഴ്സിറ്റീൻ്റെ അവിടുത്തെ ഒരു ക്യാമ്പസിലാണ് എനിക്ക് ക്ലാസ്സുള്ളത്. സോ ഗായ്സ്, ഇവിടെ തന്നെ ഇരിക്കുവാണ്. ബോറടിച്ചിട്ട് വയ്യ. എനിക്ക് മെയിനായിട്ട് എനിക്ക് ഉറക്കമാണ് വരുന്നത്. ഉറക്കം വന്നിട്ട് വയ്യ. ഞാൻ ഇതെന്താ പറയാൻ വന്നേ, എൻ്റെ കിട്ടിയ ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഫ്രീ സ്റ്റഫ് കുറേ കിട്ടി. അതിൽ നിന്ന് എൻ്റെ ഒരു കീ ചെയിൻ്റെ ഒരു സംഭവം കാണാനില്ല. എവിടെയാണാവോ? ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങാൻ നോക്കാം. ഓക്കെ. സോ ഗായ്സ്, ഫൈനലി ഒരു 2:15 ആയിട്ടുണ്ട്. അപ്പോൾ റോഷൻ ചേട്ടൻ ഇപ്പോൾ വിളിക്കാനായിട്ട് വരും. ഞാൻ ആ കമ്പ്യൂട്ടർ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി പോവാണ്. എനിക്ക് നല്ല ഉറക്കം വന്നിരിക്കുമായിരുന്നു. രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണ് കരുതുന്നത്. എനിവേ, ലെറ്റ്സ് ഗോ. സോ ഇതാണ് കോളേജിൻ്റെ ഫ്രണ്ട്. ഇവിടെ എന്ത് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതാണ്. ഇവിടെയും എനിക്ക് ക്യാമ്പസ് ഉണ്ട്. ഐ മീൻ ക്ലാസ് ഉണ്ട്. വേറെ ഫസ്റ്റ് ഞാൻ പോയില്ല, അവിടെ എനിക്ക് ക്ലാസ് ഉണ്ട്. പക്ഷേ എൻ്റെ സെയിം കോഴ്സുള്ള വേറൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരന് എല്ലാം ഇവിടെയാണ് ക്ലാസ്. അവിടെ ക്ലാസ്സേ ഇല്ല. ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. പിന്നെ ഐ ഗെസ് നന്ദനയ്ക്കും അങ്ങനെ ഹൈബ്രിഡ് ലൈക്ക് അവിടെ ഇവിടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. എനിവേ, ഞാനിനി അങ്ങോട്ട് പോട്ടെ. ആ ക്യാമ്പസിൻ്റെ അവിടെ ആയിരിക്കും ചേട്ടൻ വിളിക്കാൻ വരുന്നത്. സോ അങ്ങോട്ട് പോട്ടെ. ഇവിടെ നേരത്തെ പയ്യന്മാരൊക്കെ പോയി നോക്കിയായിരുന്നു കേട്ടോ.
ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി നോക്കിയായിരുന്നു. എല്ലാം അടുത്തടുത്ത് തന്നെയാണുള്ളത്. ലൈക്ക് ജസ്റ്റ് നടന്നു പോകുന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ജോബിൻ്റെ കാര്യമൊക്കെ ഇനി നോക്കണം. ഇവിടെ ഭയങ്കര ഒരു ഹൗസിങ് ഏരിയ ആണ്, വീടുകളാണ് കുറേ ഉള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യമൊക്കെ ഇനി വന്ന് തപ്പണം, അടുത്തൊരു ദിവസം വരണം. സോ ഇതിവിടെ അടുത്തുള്ളൊരു പാർക്കാണ്, ഒരു ചെറിയ പാർക്കാണ്, പക്ഷേ നല്ലൊരു ക്വയറ്റ്. എന്താണ്, വെയിലൊക്കെ വന്നാലും സീനില്ല, ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് കുഴപ്പമില്ല. എന്താ ഇപ്പോൾ പറഞ്ഞേ? ഐ മീൻ അങ്ങനെയല്ല, ഒത്തിരി തിരക്കൊന്നും ഇല്ലാത്ത ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് അല്ല. അങ്ങനെ ഫൈനലി റോഷൻ ചേട്ടൻ വന്നിരിക്കുകയാണ്. ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ നയഗരയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. സോ ഗൈസ്, ഞാനിപ്പോൾ വാൾമാർട്ടിൽ വന്നിരിക്കുവാണ്. എല്ലാ ഗ്രോസറി എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇപ്പം തൊട്ട് ഞാൻ കുറച്ച് ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ നമുക്ക് വാൾമാർട്ടിൽ നിന്ന് കുറച്ച് ഷോപ്പ് ചെയ്യാം. അത് കണ്ടാൽ നമുക്ക് തന്നെ പേടി വരും. വീട് കാണുമ്പോൾ അങ്ങനെ നിലാമലരെ പാട്ടൊക്കെ കേട്ടൊരു പൊന്മുടി വൈബിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ റോഡ് നല്ല ഇഷ്ടമായി കേട്ടോ. ഈ നമ്മുടെ മൂന്നാറൊക്കെ പോകുമ്പോലെ ഹെയർ പിന്നൊക്കെ കയറി കയറി പോകുന്ന ഒരു ഫീലായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ബ്രീസ്, ഒരു ഭയങ്കര ഒരു ചെറിയൊരു തണുപ്പുള്ള കാറ്റൊക്കെ അടിച്ചിങ്ങനെ പോകുമ്പോൾ എന്ത് രസമെന്ന് പറയാമോ. ഇവിടെ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ കാറിലിരുന്ന് ഓരോരോ സ്ഥലങ്ങളിൽ കുറേ ലോങ് ഡ്രൈവ് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ഫൈനലി ഗൈസ് വീടെത്തി. ഇപ്പോഴാണ് ആശ്വാസമായത്. പിന്നെ അവിടുന്ന് ഉള്ള എന്തൊക്കെയോ കഴിച്ചു. എനിക്ക് വിശക്കുന്നില്ല, പക്ഷെ ഞാൻ പോയി ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട്, പിസ്സ ഇരിപ്പുണ്ട്, മാംഗോ ഇരിപ്പുണ്ട്, പെട്ടെന്ന് കഴിക്കട്ടെ. പിന്നെ ഇത് ഇവിടെ മൊത്തം മെസ്സാണ്. എൻ്റെ ബാഗിനകത്തിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി വെക്കണം, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, കാണാനൊന്നുമില്ല കേട്ടോ. ആക്ച്വലി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കാര്യം മറന്നുപോയി. ഞാൻ ടയേർഡായി. പിന്നെ പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു, നല്ല സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബൈ.